എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മഹാദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, മഹാദേവൻ്റെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് കാലഭൈരവ സ്വാമി. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ, അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ തലയെറുത്ത എനർജി ഫോമാണ് കാലഭൈരവ സ്വാമി. അദ്ദേഹം കാലത്തിൻ്റെ നാഥനാണ്, സമയത്തിൻ്റെ നാഥനാണ്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ, ഇതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളെ നമ്മുടെ ശരിയായ കർമ്മപഥത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജി ഫോമാണ് കാലഭൈരവ സ്വാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മഹാഭൈരവ സ്വാമിക്ക് 8 തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ എനർജി ഫോംസ് വേറെയുമുണ്ട്. അവരാണ് അഷ്ടാംഗ ഭൈരവന്മാർ. ഇവർ 8 ദിക്കുകളുടെയും അധിപന്മാരായി പ്രവർത്തിക്കുന്നു. നമ്മെ ശിവഭഗവാന്റെ എനർജിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ഈ ഭൈരവന്മാരെ കണക്കാക്കാം. അസിതാംഗ ഭൈരവൻ, മഹാരുരു ഭൈരവൻ, ചണ്ഡ ഭൈരവൻ, ക്രോധ ഭൈരവൻ, ഉന്മത്ത ഭൈരവൻ, കപാല ഭൈരവൻ, ഭീഷണ ഭൈരവൻ, സംഹാര ഭൈരവൻ, ഇവരാണ് അഷ്ടാംഗ ഭൈരവന്മാർ എന്നറിയപ്പെടുന്നത്. ഈ ഓരോ ഭൈരവന്മാർക്കും അഷ്ടഭൈരവിമാരും കൂടെയുണ്ട്. ശിവശക്തി എനർജി ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊരു സങ്കല്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ അസിതാംഗ ഭൈരവൻ കിഴക്ക് ദിക്കിനെയാണ് റൂൾ ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി ഫോമാണ്. നമ്മുടെ ലൈഫിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി സിംബലൈസ് ചെയ്യുന്നത് അസിതാംഗ ഭൈരവനാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം സ്വാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഫീമെയിൽ കമ്പാനിയൻ ബ്രാഹ്മി ആണ്. ബ്രാഹ്മി എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ തന്നെ ഒരു മാനിഫെസ്റ്റേഷനാണ്. രണ്ടാമത്തെ ഭൈരവൻ മഹാരുരു ഭൈരവൻ. അദ്ദേഹം റൂൾ ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. അദ്ദേഹം നോളജ്, വിസ്ഡം, ആർട്സ്, ഇതിൻ്റെയൊക്കെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് ക്രിയേറ്റിവിറ്റി, ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത് മഹാരുരു ഭൈരവൻ്റെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം കാളയാണ്. അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് മഹേശ്വരിയാണ്. ഇനി നമ്മൾ പറയുന്നത് ചണ്ഡ ഭൈരവനെക്കുറിച്ചാണ്. അദ്ദേഹം സൗത്തിൻ്റെ അധിപനാണ്. നമ്മുടെ ഉള്ളിലെ തന്നെ സ്ട്രെങ്ത്, ധൈര്യം, ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ചണ്ഡഭൈരവ സ്വാമിയാണ്. നമ്മെ ശരിയായ പാതയിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം മയിൽ ആണ്. ഫീമെയിൽ കമ്പാനിയൻ കൗമാരി ആണ്. ഇനി പറയുന്നത് ക്രോധ ഭൈരവനെക്കുറിച്ചാണ്. അദ്ദേഹം സൗത്ത് വെസ്റ്റ് ഭാഗമാണ് റൂൾ ചെയ്യുന്നത്. അദ്ദേഹം ഡിവൈൻ ആങ്കറിൻ്റെ എംബോഡിമെൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈവിൾ എലമെൻസിനെ ഡെസ്ട്രോയ് ചെയ്ത് ധർമ്മം പരിപാലിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വാഹനം ഈഗിൾ ആണ്. കൂടാതെ ഫീമെയിൽ കമ്പാനിയൻ വൈഷ്ണവിയാണ്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്ത് ധർമ്മം സ്ഥാപിക്കുക, ശരിയായ പാതയിൽ നമ്മെ നയിക്കുക എന്നതാണ് ക്രോധ ഭൈരവൻ്റെ ഉദ്ദേശം. അടുത്തത് ഉന്മത്ത ഭൈരവനാണ്. അദ്ദേഹം റൂൾ ചെയ്യുന്നത് വെസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ ഉള്ളിലുള്ള ഡിവൈൻ ബ്ലിസ്, ജോയ് എന്നിവ മെഡിറ്റേഷനിലൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ തന്നെ ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റ് മെഡിറ്റേഷനിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ഈ ഒരു എനർജി ഫോമിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം കുതിരയാണ്. കൂടെയുള്ള ദേവി വാരാഹി ദേവിയാണ്. കപാല ഭൈരവസ്വാമി സ്വാധീനിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനെയാണ്. നമ്മൾ സാധാരണയായി ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ്, അതിൽ നമ്മൾ കാണിക്കേണ്ട ഡിസിപ്ലിൻ, അതിൻ്റെ പ്യൂരിറ്റി, സാങ്ക്ടിറ്റി, ഇതിനെയൊക്കെ ഉറപ്പാക്കുന്നത് കപാല ഭൈരവസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം എലഫൻ്റാണ്. ദേവി ഇന്ദ്രാണി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ ഡിസിപ്ലിൻ, പ്യൂരിറ്റി, സാങ്ക്ടിറ്റി, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എനർജി ഫോം നമ്മെ പഠിപ്പിക്കുന്നത്. ഭീഷണ ഭൈരവസ്വാമി നോർത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഭക്തരുടെ ഉള്ളിലെ ഭയത്തെ നീക്കി ആശ്വാസം പ്രദാനം ചെയ്യുക എന്നതാണ് ഭീഷണ ഭൈരവസ്വാമി
കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം സിംഹമാണ്. ചാമുണ്ടിയാണ് ഫീമെയിൽ കമ്പാനിയൻ. നമ്മെ തന്നെ എംപവർ ചെയ്ത് നമ്മുടെ ഉള്ളിലെ ഭയം, ചാലഞ്ചസ് ഇവ ഒഴിവാക്കി നമുക്ക് കോൺഫിഡൻസ്, കറേജ്, ഫെയ്ത്ത് ഇവ തരുന്നത് ഭീഷണ ഭൈരവ സ്വാമിയാണ്. കൂടാതെ സംഹാര ഭൈരവ സ്വാമി നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനെയാണ് റൂൾ ചെയ്യുന്നത്. അദ്ദേഹം അൾട്ടിമേറ്റ് ഡെസ്ട്രോയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മുടെ ഉള്ളിലെ ഇഗ്നറൻസ്, ഈവിൾ, അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ മാറ്റി നമ്മളെ ബോധത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തി നമുക്ക് അൾട്ടിമേറ്റ് ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷം തരുന്നതിൽ ഈ ഒരു എനർജി ഫോം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാഹനം നായയാണ്. ദേവി ചണ്ഡികാദേവി. അപ്പോൾ ഈ 8 ദിക്കുകളും ഗവേൺ ചെയ്യുന്നത് ഈ 8 എനർജി ഫോംസാണ്. മഹാദേവൻ്റെ തീക്ഷ്ണമായിട്ടുള്ള എനർജി ഫോംസാണ്. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഗ്രീഡ്, ആങ്കർ, ലസ്റ്റ് റിമൂവ് ചെയ്ത് നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്ത് അതുവഴി അൾട്ടിമേറ്റ് ലിബറേഷൻ സാധിച്ചെടുക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ അഷ്ടഭൈരവന്മാരും അഷ്ടഭൈരവിമാരുമാണ്. താങ്ക് യു.